ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കാം. നിഫ്റ്റി ഇന്ന് പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന്. ഒരു നല്ലൊരു പോസിറ്റീവ് ഡേ ആയിരുന്നു. നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം ഒരു റിവേഴ്സൽ പോലെ കാണുന്നുണ്ട് നിഫ്റ്റിയിൽ. ബട്ട് നിഫ്റ്റിയും കാട്ടിയും കൂടുതൽ നമുക്ക് ഞാൻ ഫർദർ ആയിട്ട് പറയാം. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്മോൾ ക്യാപ്പിൽ ക്ലിയർ ആയിട്ട് ട്രെൻഡ് റിവേഴ്സൽ കാണുന്നുണ്ട്. നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ പോയിന്റ് എത്തിയെങ്കിലും സ്മോൾ ക്യാപ്പിൽ ഓൾറെഡി ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയാം. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡിലോട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു പുൾ ബാക്ക്, ഒരു ബൈയിങ് ഉണ്ടായിട്ടുണ്ട്. സോ നല്ലൊരു ബൈയിങ് ആയിരുന്നു. ഒരു ഡേ ലോ ക്രോസ് ചെയ്തിട്ട് ബട്ട് ഇന്നലത്തെ സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു മൂവ്മെന്റ് അപ്പ് സൈഡോട്ട് ഉണ്ടായിട്ടുണ്ട്. സോ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 23,000 ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 23,000 ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ചെറിയൊരു സ്മോൾ ഒരു സെൽ ഓഫ്, ഒരു 20-30 പോയിന്റ്സിന് സെൽ ഓഫിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും നല്ലൊരു ബാങ്ക് നിഫ്റ്റി ഡേ ലോ ക്രോസ് ചെയ്തില്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് ക്യാൻഡിൽ സെൽ ഓഫ് കഴിഞ്ഞിട്ട് പിന്നെ ഫർദർ നല്ലൊരു മൂവ്മെന്റും ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഓൾമോസ്റ്റ് 2% മേളിലുള്ള മൂവ്മെന്റും ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കാം. സ്മോൾ ക്യാപ്പിൽ നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഒരു കാര്യം മനസ്സിലാവും. വെയിറ്റ്, ജസ്റ്റ് ടേക്ക് ദ ഡെയിലി ക്യാൻഡിൽ. ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഡെയിലി ക്യാൻഡിൽ ഞാൻ സ്ഥിരം നോക്കുന്ന ഒരു ക്യാൻഡിലാണ്. സെക്കൻഡ് ഡേയില് കണ്ടിന്യൂസ് 2 ഡേയ്സിന്റെ ഹൈ ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള, സോ ഹൈ ക്രോസ് ചെയ്യണം. സോ അത് ക്ലിയർലി എനിക്കൊരു ട്രെൻഡ് റിവേഴ്സലാണ്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ക്ലിയർ ട്രെൻഡ് റിവേഴ്സലാണ്. മുന്നേ ക്രോസ് ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് എനിക്ക് ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഒരു കൺവിൻസിങ് ആയി തോന്നുന്നുണ്ട്. കാരണം സ്റ്റോക്സിലൊക്കെ നല്ലൊരു ബൈയിങ് ഹാപ്പനിങ് ഉണ്ടാവുന്നുണ്ട്. സോ ഇതെനിക്ക് ഫർദർ കുറച്ചും കൂടെ കൺവിൻസിങ് ആയി തോന്നുന്നുണ്ട്. സോ എനിക്കൊരു ക്ലിയർലി ഒരു ട്രെൻഡ് റിവേഴ്സൽ പോലെ തോന്നുന്നുണ്ട്. ഒരു ഇവിടെ നിന്നൊരു ഒരു ചേഞ്ച് എനിക്ക് ഉണ്ടാവുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. മുന്നേയും ഇതേപോലെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഇവിടെ നിന്നും ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇതെനിക്ക് ക്ലിയർലി ഒരു പോസിറ്റീവ് മൂവ്മെന്റം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മാർക്കറ്റ് ഒരു ഗ്ലോബൽ ക്യൂസും കൂടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുന്ന് നല്ലൊരു ബൈയിങ് ഹാപ്പനിങ് ഉണ്ടാകാനുള്ള ചാൻസ് നമുക്ക് കാണാം. ഫർദർ 16,000 അധികം പെട്ടെന്ന് തന്നെ നമുക്ക് റീച്ച് ആകാനുള്ള ചാൻസും കാണുന്നുണ്ട്. സോ നമുക്കിതൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കാം. മിഡ് ക്യാപ്പ് ആയാൽ പോലും നമുക്കൊരു മിഡ് ക്യാപ്പ് ഒരു അത്ര ഒരു ഇതല്ലെങ്കിലും സ്മോൾ ക്യാപ്പിൽ എനിക്ക് ക്ലിയർലി ഒരു നല്ലൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുന്നുണ്ട്. സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ആയാലും നല്ലൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുന്നുണ്ട്. സിൽവർ ആണെങ്കിൽ, സിൽവർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ബൈയിങ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഷാർപ്പായിട്ട് റിവേഴ്സൽ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഏരിയ തന്നെ ഇപ്പം കൺസോളിഡേറ്റ് ചെയ്യാണ്. ഗോൾഡ് എടുക്കുകയാണെങ്കിലും ഗോൾഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ നമ്മൾ പോസിറ്റീവ് തോന്നിയത്. പക്ഷെ അവിടെ നിന്ന് ഒരു സെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഷാർപ്പായ ഒരു സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 300 പോയിന്റ്സിന് സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 200-300 പോയിന്റ്സിന് സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ ഒരു റിവേഴ്സൽ കാണുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഒരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടാകുന്ന ചാൻസ്, അൺലെസ് ഒരു പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് ഉണ്ടെങ്കിൽ ഷാർപ്പ് ബൈയിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള പോകാനുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. ഓയിൽ അതേപോലെ ഒരു ഹയർ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. ഓയിൽ ഇവിടുന്ന് ഒരു ഷാർപ്പ് ഒരു അപ്റ്റിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഹയർ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു സീസ് ഫയർ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ്, അത് രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യണം. അത് യു എസും ഇസ്രായേലും ഇറാനും എഗ്രി ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾ നല്ലൊരു ഒരു ഡൗൺവേർഡ് ട്രെൻഡ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പാർട്ടീസ് മാത്രം എഗ്രി ചെയ്താൽ ഒരു സീസ് ഫയറിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓയിൽ നല്ലൊരു ഡൗൺവേർഡ് ട്രെൻഡിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഡൗൺവേർഡ് ട്രിക്ക് കാണിക്കുന്നുണ്ട്. ഒരു 2% അടുപ്പിച്ച് ഡൗൺവേർഡ് ട്രിക്ക് ഉണ്ടായിട്ടുണ്ടായി. ഓക്കെ, സോ ഇതെല്ലാമാണ് ഈ ടെക്നിക്കൽ അനാലിസിസ്. ബിറ്റ്കോയിൻ നമുക്ക് ഫർദർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്, ബിറ്റ്കോയിനും ഒരു ഇതിന്റെ ഒരു ഹൈ, ഒരു 2 ഡേയ്സ് ഹൈന്റെ മുകളിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ ഫർദർ ടാർഗറ്റ് എനിക്ക് 74,000 വരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 74,000 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 74,000 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ 5,000 ഓൾമോസ്റ്റ് 4,000 പോയിന്റ് വരെയുള്ള ടാർഗറ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് സി, നമുക്കത് വരും ദിവസങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കാം. ഓക്കെ,
സോ ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഈ ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. ഹീറ്റ് മാപ്പ് എല്ലാ ഇൻഡെക്സും പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50 എടുക്കുകയാണെങ്കിൽ ട്രെൻഡ് 8%, SPY ലൈഫ്, ടൈറ്റൻ. സോ ഡൗൺ ആയ സ്റ്റോക്സ് എല്ലാം ഒരു റിട്രീവൽ കാണിക്കുന്നുണ്ട്. മാക്സ് ഹെൽത്ത് കുറച്ച് ഡൗൺ ആയിരുന്നു 1.23, ONGC, റിലയൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സ് കുറച്ച് ഡൗൺ ആയിരുന്നു ഇന്ന്. നെക്സ്റ്റ് 50 നോക്കുമ്പോൾ അദാനി ഗ്രീൻ 7.94, ആര്യൻ സോൾ 5.14, ബാങ്ക് ഓഫ് ബറോഡ 4.38 അപ്പായിരുന്നു. ഡിവിസ് ലാബ്, ടാറ്റ പവർ, ഹുണ്ടായി, VBL ഇതെല്ലാം ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 എടുക്കുകയാണെങ്കിൽ കല്യാൺ ജുവലേഴ്സ് ഒരു തിരിച്ചുവരവ് കാണിക്കുന്നുണ്ട് 6.50, LTF 5.68, OAL 2.10, IPC ലാബ്, GVT&D ഇതെല്ലാം ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് നോക്കാം. സ്മോൾ ക്യാപ്പിൽ സൈഡസ് വെൽ, ഗ്രാവിറ്റ, PTCL, സോബ ഇതെല്ലാം നല്ലൊരു മൊമെന്റം കാണിക്കുന്നുണ്ടായിരുന്നു. ഡൗൺ സൈഡ് നോക്കുമ്പോൾ അറ്റൻ വ്യൂ, IRB, ചെന്നൈ പെട്രോളിയം, ഓയിൽ ആൻഡ് ഗ്യാസ് ഇതെല്ലാം കുറച്ച് ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു. MRPL ഇതെല്ലാം കുറച്ച് ഡൗൺ സൈഡ് ഉണ്ടായ സ്റ്റോക്സ് ആണ്. ന്യൂസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മെയിൻലി നമുക്കുള്ളത് വാർ തന്നെയാണ്. സോ നാളെയാണ് ഡെഡ് ലൈൻ പറഞ്ഞിട്ടുള്ളത്, നാളെ രാവിലെ ഇന്ത്യൻ ടൈം. സോ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം, അത് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണെന്ന് നോക്കാം. സോ ഏതെങ്കിലും ഒരു സീസ് ഫയർ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ന്യൂസ് ഫോർ ദ മാർക്കറ്റ്. ഓക്കെ ഗൈസ്, നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.